എന്നെ സംബന്ധിച്ചോളം വളരെയധികം സന്തോഷമുള്ളൊരു ദിവസമാണ്. കാരണം ഒരു കുടുംബാംഗത്തിന് ഒരു ആദരം നൽകുന്നു എന്ന രീതിയിലാണ് ഇവിടെ ഒരു ഫംഗ്ഷൻ വച്ചിരിക്കുന്നത്. പിട്ടാപ്പള്ളി എന്ന് പറയുന്നത് ഒരിക്കലും എന്താ പറയുക ഒരു ദൂരെ നിന്ന് നിൽക്കുന്ന ആളല്ല. കഴിഞ്ഞൊരു 4 വർഷമായിട്ട് അല്ലെങ്കിൽ 3 വർഷമായിട്ട് കുടുംബത്തെ പോലെ എന്നും കൊണ്ടുനടക്കുന്നതാണ്. പോൾ സാറാണെങ്കിലും കിരണനാണെങ്കിലും പറഞ്ഞ പോലെ ഒരു വെൽക്കം എന്നുള്ളതിന് അർത്ഥമില്ല. കാരണം ഞാൻ ഈ ഒരു കുടുംബത്തിൻ്റെ ഭാഗമായിട്ടാണ് എനിക്കെപ്പോഴും ഫീൽ ചെയ്തിട്ടുള്ളത്. ഏത് കാര്യത്തിനാണെങ്കിലും പോൾ സാറിൻ്റെ മെസ്സേജ് എപ്പോഴും കിട്ടാറുണ്ട്. പിന്നെ വേറൊരു ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം സ്പോർട്സിന് വളരെയധികം ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്നൊരു വ്യക്തിയാണ് പോൾ സാർ. കഴിഞ്ഞ പ്രാവശ്യമാണെങ്കിലും എന്താ പറയുക 70ഓളം സ്കൂളുകളിൽ സ്പോർട്സിന് എക്യുപ്മെൻറ്റ്സ് കൊടുക്കുന്നു. ഇനി ശേഷം വരും കാലങ്ങളിൽ ഉറപ്പായിട്ടും അദ്ദേഹം ഹോക്കിക്കും വേണ്ട സഹായം ചെയ്യുന്ന പ്രതീക്ഷയുണ്ട്. അപ്പോൾ ഉറപ്പായിട്ടും എനിക്ക് തരുന്ന ഈ ഒരു സപ്പോർട്ടും ഇനി വരുന്ന തലമുറയിലുള്ള പ്ലേയേഴ്സിനും കിട്ടട്ടെ. അതിന് പിട്ടാപ്പള്ളി ഇനിയും ഒത്തിരി ഉയരങ്ങളിലേക്ക് പോട്ടെ. കാരണം കമ്പനി വളരുമ്പോഴാണല്ലോ അതിനോട് ചേർന്നിട്ടുള്ളവർക്കും എന്താ ഒരു വളർച്ച ഉണ്ടാകും. അപ്പോൾ ഉറപ്പായിട്ടും ഇനിയും ഒത്തിരി മുമ്പിലേക്ക് പോകട്ടെ. ഈ ഒരു അവാർഡും അല്ലെങ്കിൽ ഈ ഒരു റെക്കഗ്നേഷൻ തന്ന പിട്ടാപ്പള്ളിക്കുള്ള നന്ദി പ്രത്യേകം അറിയിച്ചുകൊള്ളുന്നു. നമുക്കൊരു ഒരു സ്റ്റേഡിയം അങ്ങനെ പുല്ല് പിടിച്ച് കിടക്കുമ്പോഴാണ് വിഷമം. അതിനകത്ത് ഒന്നുമില്ലാണ്ട് ആൾക്കാർ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ കാണാൻ ഒരു രസമുണ്ട്. അതിനകത്ത് സ്റ്റേഡിയം ഇല്ലെങ്കിലും കുഴപ്പമില്ല. സാധാരണ ഗ്രൗണ്ടായിട്ട് കിടക്കുമ്പോഴാണെങ്കിലും അത് ഉപയോഗപ്പെടുമ്പോഴാണ് അതിന് ഏറ്റവും വലിയ ഗുണം കിട്ടുന്നത്. പക്ഷേ എന്തായാലും നമ്മുടെ ശ്രീനിജ MLA അതിന് മുൻകൈ എടുത്ത് ഇപ്പോൾ അതിന് എന്താ പറയുന്നത് തുക അനുവദിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അത് എത്രയും പെട്ടെന്ന് യാഥാർത്ഥ്യമാകട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്.